മാവൂരിലെ ഫയർ സ്റ്റേഷൻ നിർമ്മാണ പ്രവൃത്തി പരിശോധിക്കാൻ അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥരെത്തി. പ്രവൃത്തി അന്തിമഘട്ടത്തിലെത്തിയ സാഹചര്യത്തിലാണ് വെള്ളിമാടുകുന്ന് സ്റ്റേഷൻ ഓഫീസർ റോബി വർഗീസിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത്. മാവൂർ ഫയർ സ്റ്റേഷൻ നിർമ്മാണ പ്രവൃത്തി അന്തിമഘട്ടത്തിലെത്തിയ സാഹചര്യത്തിലാണ് അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തിയത്. വെള്ളിമാടുകുന്ന് സ്റ്റേഷൻ ഓഫീസർ റോബി വർഗീസിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. നിലവിൽ പ്രവൃത്തി പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കുന്നതോടെ അഗ്നിരക്ഷാ നിലയം പ്രവർത്തിച്ചു തുടങ്ങുമെന്ന് അദ്ദേഹം പറഞ്ഞു. അവസാനവട്ട പ്രവൃത്തിയിൽ ഗ്യാരേജിന്റെ വൈദ്യുതീകരണം മാത്രമാണ് ഇനി ശേഷിക്കുന്നത്. ഒരാഴ്ചയ്ക്കകം ഇത് പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്റ്റേഷൻ കെട്ടിടങ്ങളുടെ മേൽക്കൂരയ്ക്ക് ഭീഷണിയായ സമീപത്തെ മരങ്ങൾ മുറിച്ചു മാറ്റാൻ ഗ്രാസ്യം അധികൃതർക്ക് ഉദ്യോഗസ്ഥർ കത്ത് നൽകിയിട്ടുണ്ട്. കൂറ്റൻ ചീനിമരങ്ങളടക്കം സമീപത്ത് ഭീഷണിയായുണ്ട്. സ്റ്റേഷൻ പ്രവർത്തിച്ചു തുടങ്ങുന്നതിനുള്ള ജീവനക്കാരും ഫയർ എഞ്ചിനുകളും ഉപകരണങ്ങളും ലഭ്യമാക്കുന്നതിനുള്ള കത്ത് ഉന്നത ഉദ്യോഗസ്ഥർക്ക് നേരത്തെ നൽകിയിട്ടുണ്ട്. വൈദ്യുതീകരണം, ജലസംഭരണി സ്ഥാപിക്കൽ, വാട്ടർ കണക്ഷൻ ലഭ്യമാക്കൽ, റാമ്പൊരുക്കൽ, ഫിനിഷിംഗ് ജോലികൾ തുടങ്ങിയവയാണ് അവസാനഘട്ട പ്രവൃത്തിയിൽ നടത്തിയത്. PT റഹീം MLA 3 ഘട്ടങ്ങളിലായി അനുവദിച്ച 40 ലക്ഷം, മാവൂർ ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച 5 ലക്ഷം, വ്യാപാരി വ്യവസായി ഏകോപന സമിതി സ്വരൂപിച്ച് നൽകിയ 2.84 ലക്ഷം എന്നിവ ചെലവിട്ടാണ് കൂളിമാട് റോഡിൽ ഹെൽത്ത് സെന്ററിന് സമീപം ഫയർ സ്റ്റേഷൻ സജ്ജമാക്കുന്നത്. ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ഷജിൽ കുമാർ, ഫയർമാൻ സതീഷ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സമിതി അംഗം നാസർ മാവൂരൻ എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മാവൂർ.